25 കൊല്ലത്തിനുള്ളിൽ ഇങ്ങനെ ബോംബ് പൊട്ടി 10 പേർ മരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ വിവിധ ഇടങ്ങളിൽ നിന്നായി 250ഓളം ബോംബുകൾ കണ്ടെത്തിയിട്ടുമുണ്ട്. നടപടികൾ കർശനമാക്കുമെന്ന് മാറി മാറി വരുന്ന ഓരോ സർക്കാരും ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കും. പക്ഷേ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ. കണ്ണൂരിൽ നിരപരാധികൾ ബോംബ് സ്ഫോടനത്തിനിരയാകുന്ന ആദ്യത്തെ സംഭവമല്ലിത്. അവസാനത്തേത് ആകാനും വഴിയില്ല. ഒന്നുമറിയാത്ത ഒരു നിരപരാധിയായ സാധു മനുഷ്യനാണ് കൊല്ലപ്പെട്ടത്. അഞ്ചു വർഷത്തിനിടെ കണ്ണൂരിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് 250ലധികം ബോംബുകളാണ് കണ്ടെത്തിയത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മാത്രം 23 ബോംബുകൾ കണ്ടെത്തി. പാനൂർ, കൊളവല്ലൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ ബോംബുകൾ പിടികൂടിയത്. 3 വർഷത്തിനിടെ കണ്ണൂരിൽ 8ഇടത്ത് സ്ഫോടനം നടന്നതായാണ് പോലീസിന്റെ കണക്ക്. 1998 ശേഷം കണ്ണൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ 10 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 6 പേർ CPIM പ്രവർത്തകരും 4 പേർ RSS പ്രവർത്തകരുമാണ്. 2015 ജൂൺ 5 കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കുന്നിൻ മുകളിൽ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട CPIM പ്രവർത്തകരായ ഷൈജുവിനെയും സുബീഷിനെയും അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ തള്ളിപ്പറഞ്ഞെങ്കിലും ഇരുവരുടെയും മൃതദേഹം ഏറ്റുവാങ്ങിയത് അന്നത്തെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജനാണ്. സംസ്കരിച്ചത് പാർട്ടി ഭൂമിയിലും. പിന്നീട് പാനൂരിൽ ഇവർക്കായി രക്തസാക്ഷി മണ്ഡപവും ഒരുങ്ങി. ഇക്കഴിഞ്ഞ മെയ് 22 ഷൈജു, സുബീഷ് എന്നിവർക്കായി നിർമ്മിച്ച സ്മാരക മന്ദിരം CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് ഉദ്ഘാടനം ചെയ്തത്. കണ്ണൂരിൽ ആൾതാമസമില്ലാത്ത വീടുകൾ, അടുക്കള, പറമ്പുകൾ, ക്വാറികൾ, മരപ്പൊത്തുകൾ എന്നു തുടങ്ങി തെങ്ങിൻ മുകളിൽ നിന്നുപോലും ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ബോംബ് സ്ക്വാഡ് പറയുന്നത്. ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെടുന്നവരുടെ കുടുംബത്തിനും പരുക്കേൽക്കുന്നവർക്കും രാഷ്ട്രീയ പാർട്ടികൾ ആജീവനാന്ത സംരക്ഷണം നൽകുന്നുണ്ടെന്നതും പരസ്യമായ രഹസ്യമാണ്. എത്ര നിർവീര്യമാക്കിയാലും പിന്നെയും പിന്നെയും പൊട്ടിത്തെറിക്കുന്ന ബോംബുകൾ, തുടരുന്ന രാഷ്ട്രീയ ഹിംസ, നിലയ്ക്കാത്ത നിരപരാധികളുടെ നിലവിളിയും ബോംബ് നിർമ്മാണവും. എന്ന് അറുതിയുണ്ടാകുമെന്ന ചോദ്യത്തിന് മാത്രം ഉത്തരമില്ല. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ.